ഹലോ എവരി വൺ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് ആണ്. ഓക്കെ, അതായത് നമുക്ക് ഏതൊക്കെ സാധ്യതകളാണ് എക്കണോമിക്സ് കൊണ്ടുള്ളത് എന്നാണ്, അല്ലെങ്കിൽ എക്കണോമിക്സ് എങ്ങനെയൊക്കെയാണ് ഈ ലെവലിൽ എത്തിയത്, എക്കണോമിക്സിൻ്റെ പല തരത്തിലുള്ള സാധ്യതകൾ, അത് ഏതൊക്കെ തലങ്ങളിലാണ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ സ്കോപ്പ് ഓഫ് എക്കണോമിക്സിൽ പറയുന്നത്. ഓക്കെ, അപ്പം സ്കോപ്പ് ഓഫ് എക്കണോമിക്സിൽ മെയിനായിട്ട് നോക്കിക്കേ, ദ സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് കംപ്രൈസസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്, റോൾ ഓഫ് എക്കണോമിക്സ് ആസ് സയൻസ് ആൻഡ് ആർട്ട്, എക്കണോമിക്സ് ആസ് എ പോസിറ്റീവ് ഓർ നോർമേറ്റീവ് സയൻസ്. അതായത് നമുക്ക് ഏതൊക്കെ തരത്തിൽ എക്കണോമിക്സിനെ ഏതൊക്കെ തലങ്ങളിൽ കാണാം, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ സാധ്യതകളുണ്ട്, അതിൽ പറഞ്ഞു വെച്ചാൽ ഒന്നെന്ന് പറയുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. ഓക്കെ, സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സിലെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു അല്ലേ. എക്കണോമിക്സിൻ്റെ ഡെഫിനിഷനിൽ ഗ്രോത്ത് ഡെഫിനിഷൻ, വെൽത്ത് ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, അങ്ങനെ നാല് ഡെഫിനിഷൻ പഠിച്ചു. അതാണ് ഈ സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സിൽ പറയുന്നത്. സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ് ഹാസ് ബീൻ എമർജ്ഡ് അണ്ടർ ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഇറ്റ്സ് ഡെഫിനിഷൻ. നമ്മൾ ഈ സബ്ജക്റ്റ് മാറ്ററിൽ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തൊക്കെ വിഷയങ്ങളാണ് ഈ എക്കണോമിക്സിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൽ ഒന്നാമതെന്ന് പറയുന്നത് വേരിയസ് സ്റ്റേജസ് അല്ലെങ്കിൽ വേരിയസ് ഗ്രോത്ത് ഓഫ് എക്കണോമിക്സ്. അതായത് എക്കണോമിക്സിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പഠിച്ചത് ആദ്യം ആദം സ്മിത്തിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു അല്ലേ. ആദം സ്മിത്തിൻ്റെ എന്താണ് സ്റ്റഡി ഓഫ് വെൽത്ത്. അതായത് എക്കണോമിക്സിൻ്റെ ഒന്നാമത്തെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വെൽത്താണ്. അതാണ് ഒന്നാമത്തെ. ടു ദ ക്ലാസിക്കൽ എക്കണോമിക്സ് ലൈക്ക് ആദം സ്മിത്ത്, ജെ.ബി.സെ ആൻഡ് ജെ.എസ്. മിൽ, ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ് കംപ്രൈസസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്. എക്കണോമിക്സിൽ അടങ്ങിയിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽത്താണ്. In the later half of the 18th century, the main objectives of the study of economics was to amass more and more wealth. അപ്പോൾ ഒന്നാമത്തെ എക്കണോമിക്സിലെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു വെച്ചാൽ എന്താണ്? എങ്ങനെയും വെൽത്ത് ഉണ്ടാക്കുക. ആദം സ്മിത്തും അതുപോലെ തന്നെ ജെ.ബി.സെ, ജെ.എസ്. മില്ല് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അഭിപ്രായത്തിൽ, ഇങ്ങനെയുള്ള എക്കണോമിക്സ്, ആദം സ്മിത്ത് എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് എക്കണോമിക്സ് ആണ്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ഇൻകം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നോക്കിക്കേ, മാർഷൽ ദ നിയോ ക്ലാസിക്കൽ തിങ്കർ ഗേവ് എ ന്യൂ ഡയമെൻഷൻ ടു ദ എക്കണോമിക്സ് മാറ്റർ ഓഫ് എക്കണോമിക്സ് ബൈ ഇൻട്രൊഡ്യൂസിങ് ദ എലമെൻറ്റ് ഓഫ് ഹ്യൂമൻ വെൽഫെയർ അല്ലേ. മാർഷൽ എന്താണ് പറഞ്ഞത്? ഹ്യൂമൻ വെൽഫെയർ ആണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു അല്ലേ. അക്കോർഡിംഗ് ടു ഹിം ദ സ്റ്റഡി ഓഫ് മാൻ കൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽഫെയർ ആണ്. നമ്മൾ വെൽഫെയർ ഡെഫിനിഷനിൽ പഠിച്ചില്ലേ, അതാണ് രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് റോബിൻസൺ എന്ത് പറഞ്ഞു? റോബിൻസൺ എൻലാർജ്ഡ് ദ സ്കോപ്പ് ഓഫ് economics by extending its subject matter to the study of that part of human behavior which is connected with the adjustment of unlimited end to the scarce means which have alternative use. ഇത് ഏത് ഡെഫിനിഷനാണ്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ അല്ലേ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ അല്ലേ. അപ്പോൾ എക്കണോമിക്സിൻ്റെ സബ്ജക്റ്റ് മാറ്ററിൽ മെയിനായിട്ട് ഈ 4 കാര്യങ്ങളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ വെൽത്ത് ബൈ ഏതാണ്? ആദം സ്മിത്ത്. അതുപോലെ മാർഷലിൻ്റെ അഭിപ്രായത്തിൽ വെൽഫെയറും, അതുപോലെ റോബിൻസണിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? സ്കേഴ്സിറ്റിയും. ഇതൊക്കെയാണ് എക്കണോമിക്സിൻ്റെ സബ്ജക്റ്റ് മാറ്ററിൽ വരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ എക്കണോമിക്സിൻ്റെ സാധ്യതകളിൽ ഒന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു തരം എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ സബ്ജക്റ്റ് മാറ്ററിൽ ഏതൊക്കെയാണ് വരുന്നത്? അപ്പോൾ നിങ്ങൾ നോട്ട് എടുത്തതിന് ശേഷം എഴുതുക. സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ് ഫസ്റ്റ് വൺ ഏതാണ്? വെൽത്ത്. സെക്കൻഡ് വൺ ഏതാണ്? വെൽഫെയർ. തേർഡ് വൺ ഏതാണ്? സ്കേഴ്സിറ്റി. ഫോർത്ത് വൺ ഏതാണ്? ഗ്രോത്ത്. ഇത് എഴുതപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പതിഞ്ഞു വരണം. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സിൽ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്നാമത്തെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. അതായത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സിൽ നമ്മൾ വേറൊരെണ്ണം പറഞ്ഞു വെച്ചാൽ, സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ് ഈസ് ഓൾസോ നോട്ട് ഫ്രം കോൺട്രവേഴ്സി എല്ലാത്തിലും ഉണ്ട് അല്ലേ. ഒരുപാട് തർക്കങ്ങളുണ്ട്. ഹൗ ഓവർ today economics consider the subject matter of economics as all those human being economic activity made for making choice among scarce resources to allocate them for present and future aiming all maximizing the gain possible are subject matter of economics. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് ഡെഫിനിഷൻ ഇവിടെ ഉള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. മനസ്സിലായല്ലോ. രണ്ടാമതെന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക്സ് ആസ് എ സയൻസ് ഓർ ആർട്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ്? രണ്ടാമത് റോൾ ഓഫ്
ഓഫ് എക്കണോമിക്സ് ആസ് എ സയൻസ് ഓർ ആർട്ട്. രണ്ടാമത്തെ സാധ്യതയാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സയൻസ് ആണോ ഒരു ആർട്ടാണോ എന്നുള്ളത്. സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് സയൻസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അല്ലെങ്കിൽ തിയറിറ്റിക്കലി തെളിഞ്ഞിട്ടുള്ള സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത് അല്ലേ. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബോഡി ഓഫ് നോളജ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സയൻസ്. അപ്പം ഇനിയിപ്പോൾ എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓർ ആർട്ട്, എക്കണോമിക്സ് സയൻസ് ആണോ ആർട്ടാണോ എന്നുള്ളതാണ് അടുത്ത ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇഫ് വി അനലൈസ് എക്കണോമിക്സ് ആസ് എ ഡിസിപ്ലിൻ വി ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഹാസ് ഗോട്ട് ഓൾ ദ പ്രീ റിക്വസിറ്റ്സ് ഓഫ് സയൻസ്. നമ്മളിനെ എക്കണോമിക്സിനെ ഒരു ഡിസിപ്ലിനായി, ഒരു മേഖലയായി അല്ലെങ്കിൽ സബ്ജക്റ്റായി എടുക്കുകയാണെങ്കിൽ സയൻസിൽ പറയുന്ന കുറേ അടിസ്ഥാന തത്വങ്ങളുണ്ടല്ലോ. ഒരു സബ്ജക്റ്റിനെ സയൻസ് എന്ന് പറയുന്നതിൽ കുറച്ച് അടിസ്ഥാന തത്വങ്ങളുണ്ടല്ലോ. ആ തത്വങ്ങളെല്ലാം ഏതിലുണ്ട്? എക്കണോമിക്സിലുണ്ട്. നോക്കിക്കേ, ലൈക്ക് സയൻസ് എക്കണോമിക്സ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ഒരു സബ്ജക്റ്റ് സയൻസ് ആവണമെങ്കിൽ അത് സിസ്റ്റമാറ്റൈസ്ഡ് ആയിട്ടുള്ള ബോഡി ഓഫ് നോളജ് ആയിരിക്കണം. വളരെ കൃത്യമായിട്ടുള്ള, വളരെ നല്ല രീതിയിൽ ഘടനയുള്ളൊരു ബോഡി ഓഫ് നോളജ് ആയിരിക്കണം. ബട്ട് ദെയർ ആർ ക്രിറ്റിക്സ് ഹു ബിലീവ് ദാറ്റ് എക്കണോമിക്സ് കാനോട്ട് ബി ട്രീറ്റഡ് ആസ് സയൻസ് ബിക്കോസ് ഓഫ് ദ ഫോളോയിങ്. പക്ഷേ ചില ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ എക്കണോമിക്സുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, ചില എക്കണോമിക്സുകൾ പറയണതെന്ന് വെച്ചാൽ എക്കണോമിക്സ് ഒരിക്കലും എന്തല്ല, സയൻസ് അല്ല, ബിക്കോസ് ഓഫ് ദ ഫോളോയിങ്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താ? എക്കണോമിക്സ് ഡു നോട്ട് ഹാവ് യൂണിഫോം അപ്രോച്ച് ആൻഡ് ഒപ്പീനിയൻ അബൌട്ട് എ പെർട്ടിക്കുലർ എക്കണോമിക് ഇവൻറ്റ്. ഇപ്പോൾ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം സയൻസ് ആണ് അല്ലെങ്കിൽ ഒരു കാര്യം സത്യമാണ് എന്ന് പറയുന്നത് അതിന് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടാണ്. എന്താ ഈ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ H2O എന്ന് പറയുന്നത് വാട്ടർ ആണെങ്കിൽ അത് അമേരിക്കയിൽ പോയി നോക്കിയാലും H2O വാട്ടർ ആയിരിക്കും, ആഫ്രിക്കയിൽ പോയി നോക്കിയാലും H2O വാട്ടർ ആയിരിക്കും അല്ലേ. അതേസമയം എക്കണോമിക്സിൽ അങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. എക്കണോമിക്സിന് എന്തില്ല? യൂണിഫോം അപ്രോച്ച് ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? യൂണിവേഴ്സാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഏതൊരു സ്ഥലത്ത് പോയാലും ഒരുപോലെ ആയിരിക്കും. സയൻസ്, അക്കോർഡിംഗ് ടു സയൻസ് ഇറ്റ് വാസ് യൂണിവേഴ്സ് ആപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സാലിറ്റി എന്ന് പറയും. പക്ഷേ ബട്ട് ഇൻ ദ കേസ് ഓഫ് എക്കണോമിക്സ് ദർ ഈസ് നോ യൂണിഫോം അപ്രോച്ച്. പല പല സിറ്റുവേഷനിലും പല എക്കണോമിക് സിറ്റുവേഷനിലും പല കാര്യങ്ങളായിരിക്കും എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ എക്കണോമിക് കണ്ടീഷൻസ് വെച്ചായിരിക്കില്ല അമേരിക്കയുടെ എക്കണോമിക് കണ്ടീഷൻ അല്ലേ, അല്ലെങ്കിൽ ആഫ്രിക്കൻ്റെ നാഷണൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷൻ പോലെ ആയിരിക്കില്ല ഇന്ത്യയുടെ നാഷണൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷൻ. സോ ഇറ്റ് കാനോട്ട് ബി ട്രീറ്റഡ് ആസ് സയൻസ്. അതിനെ നമുക്ക് എന്തായി ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല? സയൻസാക്കി ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. നോക്കിക്കേ, എക്സാക്ട് മെഷർമെൻറ്റ് ആർ നോട്ട് പോസിബിൾ ഇൻ എക്കണോമിക്സ്. കറക്റ്റാണ്, എക്സാക്ട് മെഷർമെൻറ്റ് ഒരിക്കലും പറ്റില്ല. സയൻസിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഞാൻ പറഞ്ഞില്ല H2O എന്ന് പറഞ്ഞാൽ അതെന്താണ്? വാട്ടറാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എക്കണോമിക്സ് ദർ ഈസ് നോ എക്സാക്ട് മെഷർമെൻറ്റ്. കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മേക്ക് കറക്റ്റ് പ്രഡിക്ഷൻസ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിൽ കറക്റ്റ് പ്രഡിക്ഷൻസ് നടത്താൻ പറ്റൂടെ? ഇപ്പം ഞാൻ പറയുവാണ് 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ നാഷണൽ ഇൻകം കൂടും, നടക്കോ ഇല്ലയോ? ഇല്ല. അതുപോലെ തന്നെ ഞാൻ പറയാം 2 ദിവസം കഴിഞ്ഞിട്ട് ഇൻഫ്ലേഷൻ റേറ്റ്, നാണ്യപ്പെരുപ്പം ഉണ്ടാകും, നടക്കണം എന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് സയൻസ് ദർ ഈസ് എക്സാക്റ്റ് പ്രഡിക്ഷൻസ്. സയൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശാസ്ത്രീയമായി നമുക്ക് പ്രഡിക്ഷൻസ് നടത്താൻ പറ്റും അല്ലേ. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇന്നത് ഭാവിയിൽ സംഭവിക്കാം അക്കോർഡിംഗ് ടു ബേസിസ് ഓഫ് സയൻസ്. സയൻസിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റോ അല്ലെങ്കിൽ എക്സാക്റ്റ് പ്രഡിക്ഷൻസ് നടത്താൻ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് എക്കണോമിക്സ് ദർ ഈസ് നോ എക്സാക്റ്റ് പ്രഡിക്ഷൻസ്. സോ സം economics says that economics is not a pure science. Some economics says economics as a systematized body of knowledge, so it is a science. ഓക്കെ, അപ്പം എല്ലാ കാര്യത്തിലും നമുക്ക് എന്തുണ്ടായിരിക്കും? ചില ആൾക്കാർ അതിനെ എൻഗേജ് ചെയ്യും, അല്ലെങ്കിൽ ചില ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യും, ചില ആൾക്കാർ അതിനെ എന്ത് ചെയ്യും? ഓപ്പോസിറ്റായിട്ട് നിൽക്കും. ഓക്കെ, നോക്കിക്കേ, there are economics who believe that economics is an art. ചില ആൾക്കാർ പറയുന്നത് എക്കണോമിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കലയാണ്. നോക്കിക്കേ, ആർട്ട് മീൻസ് ക്രിയേഷൻ ഓഫ് പ്രാക്ടിക്കൽ യൂസ് ഓഫ് നോളജ്. പ്രാക്ടിക്കൽ യൂസ് ഓഫ് നോളജിനെ ആർട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, നമ്മളതിനെ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡാൻസ്, നമുക്ക് ഡാൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാം, നമ്മളതിന് എന്താണ് ഡാൻസ് ആക്കി അവതരിപ്പിക്കുന്നു അല്ലേ. ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ആർട്ടെന്ന് പറയുന്നത്. സയൻസ് ക്രിയേറ്റ് certain പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് വൈൽ ആർട്ട് ഗീവ്സ് ദം എ പ്രാക്ടിക്കൽ ഷേപ്പ്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കുന്നുണ്ട്? സം തിയറി കൊടുക്കുന്നുണ്ട്. ആർട്ടെന്ന് പറയുന്നത് അതിനെ പ്രാക്ടിക്കലാക്കുന്നു. മനസ്സിലായില്ലേ? സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും തിയറിറ്റിക്കലായിട്ട് നടത്തുന്നു. ആർട്ട് അതിനെ എന്താക്കുന്നു? ക്രിയേഷൻ ആക്കുന്നു, അതിനെ ക്രിയേറ്റ് ചെയ്യുന്നു. വൈൽ സയൻസ് സ്റ്റഡീസ് ദ കോസ് ആൻഡ് എഫക്റ്റ് ഓഫ് ആൻ ഇവൻറ്റ്, ആർട്ട് പ്രിസ്ക്രൈബ് സൊല്യൂഷൻ ടു വേരിയസ് പ്രോബ്ലംസ്. സയൻസ് എന്ന് പറയുന്ന കോസ് ആൻഡ് എഫക്റ്റ്, കാര്യകാരണ
ഗണിതഹിതങ്ങൾ പറയുന്നു. ആർട്ട് എന്ത് പറയുന്നു? അതിന് പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുന്നു. ഹെൻസ് എക്കണോമിക്സ് ഈസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. സോ വി ക്യാൻ സേ ദാറ്റ് എക്കണോമിക്സ് ഈസ് എ സയൻസ് ആൻഡ് ആർട്ട്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ആൻഡ് ആൻ ആർട്ട്. സയൻസ് ഓർ ആർട്ടല്ല. സയൻസ് ആണോ അല്ലെങ്കിൽ ആർട്ടാണോ? അല്ല. എങ്കിൽ സയൻസും ആർട്ടും ആണ്. നമുക്ക് എന്ത് പറയാം? എക്കണോമിക്സ് ഈസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. സയൻസും ആർട്ടുമാണ്. സയൻസ് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല, ആർട്ട് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. സോ എക്കണോമിക്സ് ഈസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. ആ സയൻസ് ഇറ്റ് ഫോർമുലേറ്റ് ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറി വൈൽ ആസ് ആൻ ആർട്ട് പ്രിസ്ക്രൈബ് ഐഡിയൽ സൊല്യൂഷൻ ടു വേരിയസ് പ്രോബ്ലംസ്. സോ എക്കണോമിക്സിൽ എന്തുണ്ടേ? തിയറിയും ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്, സയൻസും ഉണ്ട്, ആർട്ടും ഉണ്ട്. മനസ്സിലായില്ലേ? അതാണ് എക്കണോമിക്സ് ഈസ് എ സയൻസ് ആൻഡ് ആർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തത് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് സയൻസ്. ഓക്കെ, പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്കണോമിക്സ് ടെൽസ് എസ് ദാറ്റ് വാട്ട് ആർ ദ ഫാക്ട്സ്. എന്താണ് ഫാക്ട്സ് എന്ന് എക്കണോമിക്സ് പറയുന്നു. നോർമേറ്റീവ് സയൻസ് ടെൽ എസ് ദാറ്റ് വാട്ട് ഷുഡ് ഡു. അത് എന്തായിരിക്കണം. നോക്കിക്കേ, പോസിറ്റീവ് എക്കണോമിക്സിൽ പറയുന്ന ഐ ഗീവ് ചാരിറ്റി. ഞാനിങ്ങനെ ചാരിറ്റിക്ക് ക്യാഷ്, ഐ ഗീവ് ചാരിറ്റി, ഞാൻ കൊടുത്തു. ഇൻവോൾവ് ഫാക്ട്സ്, അതിൽ കാരണമുണ്ട്, കാര്യമുണ്ട് അല്ലേ. ബട്ട് ഐ ഷുഡ് ഗീവ് ചാരിറ്റി, ഞാൻ കൊടുക്കും. ഇൻവോൾവ്സ് ജഡ്ജ്മെൻറ്റ്, ജഡ്ജ്മെൻ്റാണ്, ഞാൻ കൊടുക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് പോസിറ്റീവ് എക്കണോമിക്സ് ഇൻവോൾവ് ഫാക്ട്സ്, ഐ ഗീവ് ചാരിറ്റി, ഞാൻ ചാരിറ്റി കൊടുത്തു. അപ്പോൾ അത് നമുക്ക് പറയാം, കുറച്ചുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. ഓക്കെ, അത് നോക്കിക്കേ. Economics as a positive science or a normative science. There is a divergent views among all. One group of economics led by Lionel Robbins believes that economics is a positive science. Other group treat as normative science. ചില ആൾക്കാർ, നമ്മുടെ ലയണൽ റോബിൻസ് ഒക്കെ പറഞ്ഞാൽ എക്കണോമിക്സ് പോസിറ്റീവ് സയൻസ് ആണ്, മറ്റു ചില ആൾക്കാർ പറഞ്ഞാൽ നോർമേറ്റീവ് സയൻസ് ആണ്. ഇനി എന്താണ് പോസിറ്റീവ്, എന്താണ് നോർമേറ്റീവ്? എക്കണോമിക്സ് ആസ് എ പോസിറ്റീവ് സയൻസ് ഡീൽസ് വിത്ത് തിങ്സ് ആസ് ദേ ആർ, their cause and effect, but it remains strictly neutral as regards ends. No normal judgment are passed by a പോസിറ്റീവ് സയൻറ്റിസ്റ്റ്. എന്ന് വെച്ചാൽ എക്കണോമിക്സിൽ എപ്പോഴും എന്താണ്? കോസ് ആൻഡ് എഫക്റ്റ് ആണ് പറയുന്നത്. ബട്ട് ഇറ്റ് റിമൈൻസ് സ്ട്രിക്ട്ലി ന്യൂട്രൽ ആസ് റിഗാർഡ്സ് എൻഡ്സ്. നമ്മൾ പറഞ്ഞില്ല, ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ സ്കേഴ്സിറ്റി ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നില്ല. അപ്പം പോസിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് യൂസ് ചെയ്ത് എന്താണ് എക്കണോമിക്സ് എന്ന് പറയുന്നതാണ് പോസിറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായി ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നിരക്കി യൂസ് ചെയ്തതിന് ശേഷം വാട്ട് ഇറ്റ് ഈസ്, എന്താണ് എന്ന് പറയുന്നതാണ് എക്കണോമിക്സ്. ആസ് എ നോർമേറ്റീവ് സയൻസ് ഡീൽസ് വിത്ത് തിങ്സ് ആസ് ദേ ഓട്ട് ടു ഡു അല്ലെങ്കിൽ ഓട്ട് ടു ബി, എന്തായിരിക്കണം. അതായത് ഇറ്റ് പാസസ് ജഡ്ജ്മെൻറ്റ് ആസ് റിഗാർഡ്നെസ് റൈറ്റ്നെസ് ഓർ റോങ്നെസ് ഓഫ് എ ഫിനോമിന. ഒരു ഫിനോമിനയുടെ എന്താണ് ശരിയേത് തെറ്റേത്. അല്ലെങ്കിൽ നോർമേറ്റീവ് സയൻസ് എന്ന് വെച്ചാൽ സബ്ജക്റ്റീവാണ്, വിച്ച് മീൻസ് ആദർശങ്ങൾ, ചിന്തകൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻസ്, ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ നോർമേറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് സയൻസിൽ ഇത് ശ്രദ്ധിക്കുക, സയൻസിൽ പോസിറ്റീവ് സയൻസും നോർമേറ്റീവ് സയൻസും ഉണ്ട്. പോസിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത്? ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. സോ എക്കണോമിക്സിൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഉണ്ട്. എക്കണോമിക്സ് എന്താണ്? പോസിറ്റീവ് സയൻസ് ആണ്. നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അല്ല, ജഡ്ജ്മെൻ്റ് ആണ്. സോ എക്കണോമിക്സിലും നമ്മൾ ജഡ്ജ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ എക്കണോമിക്സ് ഈസ് ഏത്? നോർമേറ്റീവ് സയൻസ്. സോ വി ക്യാൻ സേ ദാറ്റ് എക്കണോമിക്സ് ഹാസ് ഡെവലപ്ഡ് എലോങ് വിത്ത് ബോത്ത് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് ലൈൻസ്. അപ്പോൾ എക്കണോമിക്സ് നമുക്ക് എന്തെന്ന് പറയാം? ബോത്ത് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് സയൻസ്. പോസിറ്റീവ് സയൻസുമാണ്, നോർമേറ്റീവ് സയൻസുമാണ്. പ്യുവർലി പോസിറ്റീവ് ആണോ? അല്ല. പ്യുവർലി നോർമേറ്റീവ് ആണോ? അല്ല. ബോത്ത് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ്. നമ്മുടെ സയൻസ് ആൻഡ് ആർട്ട് പറഞ്ഞ പോലെ പ്യുവർലി സയൻസും അല്ല, പ്യുവർലി ആർട്ടും അല്ല, ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. സോ അതുപോലെ തന്നെ എക്കണോമിക്സ് ഈസ് എ പോസിറ്റീവ് ആൻഡ് സയൻസ് ആൻഡ് നോർമേറ്റീവ് സയൻസ്, ബോത്ത് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് സയൻസ്. ഇതിനകത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഒപ്പീനിയനും ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് എന്ന ഹെഡിങ് കൊടുക്കുക. ഒന്നാമത്തത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. അതിൽ 4 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ. രണ്ടാമത്തത് ഏതാണ്? എക്കണോമിക്സ് ഈസ് എ, നമ്മൾ പറഞ്ഞ എന്താ രണ്ടാമത്തത്? എക്കണോമിക്സ് ഈസ് എ
നോർമേറ്റീവ് സയൻസ് എക്കണോമിക്സ് ഇസ് എ സയൻസ് ആൻഡ് ആർട്ട്. സയൻസും ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജും ഉണ്ട്, അതുപോലെ തന്നെ ക്രിയേഷൻ ഓഫ് തിയറിയും ഉണ്ട്, അല്ലെങ്കിൽ ക്രിയേറ്റ് ഓഫ് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജും ഉണ്ട്. ദെൻ എക്കണോമിക്സ് മൂന്നാമത്തെ പോയിന്റ് എഴുതുക, പോസിറ്റീവ് സയൻസ് ഓർ നോർമേറ്റീവ് സയൻസ്. പോസിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഉള്ളതാണ്. നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ആണ്, സബ്ജക്റ്റീവ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് എക്കണോമിക്സ് ഈസ് ബോത്ത് പോസിറ്റീവ് സയൻസ് ആൻഡ് നോർമേറ്റീവ് സയൻസ്. മനസ്സിലായല്ലോ? ഓക്കെ.